തുടക്കം തന്നെ ലോകം കണ്ടിട്ടുള്ളതിൽ തന്നെ സെക്കൻഡ് സ്ട്രോങ് ആയിട്ടുള്ള വാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കമാൻഡർ യാമ പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും റെഡി ആവണമെന്ന് നമ്മുടെ കമാൻഡർ യാമ പറയുകയാണ്. ദോഷണം ബാക്കിയുള്ളവരും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് നമ്മുടെ സാധുയും അതുപോലെ തന്നെ നമ്മുടെ റെഞ്ചിയും കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നീട് കുറച്ചു നേരം മുമ്പ് നടന്ന കാര്യമാണ് കാണിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ റെഞ്ചിനെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ചുമ്മാ ആഹാരം കഴിക്കുന്നതല്ലാതെ ഒരു പണിയും ചെയ്യുന്നില്ല. സോ ഇത് കണ്ടിട്ട് നമ്മുടെ ഉരകരയ്ക്ക് അങ്ങനെ അങ്ങ് പിടിക്കുന്നില്ല. തന്നെ നമ്മുടെ ഉരകര നമ്മുടെ റെഞ്ചിനോട് ചോദിക്കുകയാണ്, ഹേ റെഞ്ചി, നിനക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ചുമ്മാ തിന്നുക, കുടിക്കുക, പിന്നെ ബാക്കി ചെയ്യുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ റെഞ്ചി, ഞാൻ നിനക്കൊരു പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധുവിനെ ഒന്ന് ട്രെയിനിങ് ചെയ്യണം. കേൾക്കുന്ന സമയത്ത് നമ്മുടെ രഞ്ജിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. നമ്മുടെ ഒരു ചിന്തയും നമ്മുടെ രഞ്ജിനെ കളിയാക്കുകയാണ്. ചുമ്മാ തിന്നു കുടിച്ച് നടക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ശരീരം അടങ്ങുന്ന പണി അങ്ങോട്ട് ചെയ്. നിന്റെ കൂട്ടുകാരനെ പോയി നീ സഹായിക്കുക. വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ രഞ്ജി ആണെങ്കിൽ സാധുവിനെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ച് നമ്മുടെ സാധുവും അതുപോലെ തന്നെ റെഞ്ചിയും ട്രെയിനിങ് ചെയ്യുന്നത്. റെഞ്ചി തൻ്റെ ഒരു വൻകൈ റിലീസ് ചെയ്യുന്നുണ്ട്. സോ അതുമായിട്ടാണ് നമ്മുടെ സാധു ഫൈറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ രഞ്ജി ആണെങ്കിൽ സാധുവിനെക്കാട്ടിൽ ഒരുപാടധികം പവർഫുൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ രഞ്ജി ആണെങ്കിൽ സാധുവിനെ ഈസി ആയിട്ട് തന്നെ അടിച്ച് തറയിലേക്ക് ഇടുന്നുണ്ട്. വന്നാലും നമ്മുടെ സാധുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വീണാലും ഇച്ചിഗോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൻ ഒരുപാടധികം പവർഫുൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എല്ലാം കണ്ടിട്ട് നമ്മുടെ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സാധുവിൻ്റെ പവർ കുറച്ച് ഡേഞ്ചറസ് ആണ്. സാധുവിൻ്റെ പവർ സോൾ റിപ്പേഴ്സുമായിട്ട് റിലേറ്റഡുമല്ല, അതുപോലെ തന്നെ ക്വിൻസീസുമായിട്ട് റിലേറ്റഡുമല്ല. സാധുവിൻ്റെ പവർ ഹോളോസുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സാധുവും അതുപോലെ തന്നെ ഹോളോസിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്? നമ്മുടെ ഉരഹരെ ആലോചിച്ച് ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. കാണിക്കുന്നത് നമ്മുടെ വൈസോഡ് ഗ്രൂപ്പിൻ്റെ ബേസ് ആണ്. സോ നമ്മുടെ ഇച്ചിഗോന്റെ ട്രെയിനിങ്ങിൻ്റെ സെക്കൻഡ് ഫേസ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഹോളോ മാസ്ക് വെച്ചുകൊണ്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ സാധിക്കുന്നുണ്ട്. തന്നെയായിരുന്നു നമ്മുടെ ഇച്ചിഗോന്റെ ഹോളോ മാസ്ക് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നത്. സോ ഈ സമയത്ത് തന്നെ നമ്മുടെ ഹിറൂക്കി ആണെങ്കിൽ വന്നിട്ട് ഇച്ചിഗോന്റെ മോന്ത് കിട്ടൊരെണ്ണം കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇച്ചിഗോനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ബാക്കിയുള്ള വൈസോഡ് ഗ്രൂപ്പിന്റെ അകത്തുള്ള മെമ്പേഴ്സിന് മനസ്സിലാകുകയാണ് ഇച്ചിഗോനെ ട്രെയിനിങ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഹിറോക്കിനോട് ചെയ്ത കാര്യത്തിന് വേണ്ടി നമ്മുടെ ഇച്ചിഗോന്റെ അടുത്ത് റിവെഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവളെന്നുള്ള ഒരു കാര്യം മനസ്സിലാകുകയാണ്. സ്പിരിച്വൽ പ്രഷർ സെൻസ് ചെയ്ത് നമ്മുടെ ഒറിഗിമി ഗ്രൂപ്പിന്റെ ബേസിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഒറിഗിമിക്ക് അത് കടന്ന് അതിൻ്റെ അകത്തിലേക്ക് കയറാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ആ ബിൽഡിങ്ങിന്റെ ചുറ്റും ഒരു വലിയ ബാരിയർ തന്നെയുണ്ട്. എന്ത് ചെയ്യുമെന്ന് നമ്മുടെ ഒറിഗിമി ചിന്തിക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോന്റെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോന്റെ ഹോളോ മാസ്ക് ആണെങ്കിൽ 4 സെക്കൻഡ് മാത്രമാണ് നിൽക്കുന്നത്. ബാക്കി വൈസോഡ് ഗ്രൂപ്പിനകത്തുള്ള മെമ്പേഴ്സ് പറയുകയാണ് നമ്മുടെ ഹോളോ മാസ്ക് അത്യാവശ്യം നല്ല സമയം വെക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇവനാണെങ്കിൽ കുറച്ച് സമയം പോലും വെക്കുന്നില്ല. കാണിക്കുന്നത് ഇവൻ ഇതിനെക്കാട്ടിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇവൻ നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഹാച്ചിക്ക് തൻ്റെ ബാരിയറിൻ്റെ അതിൽ ആരാണ്ട് കടർന്ന് കയറി എന്ന് മനസ്സിലാകുന്നു. സോ അതുകൊണ്ട് തന്നെ വൈസോഡ് ഗ്രൂപ്പ് മുഴുവനായിട്ടും ഒരു ഫൈറ്റിന് വേണ്ടി റെഡി ആകുകയാണ്. എന്നാൽ അവർ നോക്കുന്ന സമയത്ത് അവരൊന്ന് ഞെട്ടുകയാണ്. കാരണം ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗേളാണ് അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ ഒറിഗിമി ആ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് താഴേക്ക് ഇറങ്ങി വരികയാണ്. നമ്മുടെ ഒറിഗിമി നാണിച്ചുകൊണ്ട് നമ്മുടെ ഇച്ചിഗോനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാരണം സമയത്ത് തന്നെ എന്തോ വിയർഡായിട്ട് നമ്മുടെ ഇച്ചിഗോന് തോന്നുന്നുണ്ട്. യാമയാണെങ്കിൽ വാർ ഡിക്ലെയർ ചെയ്ത കാര്യം ഇച്ചിഗോനോട് പറയുന്നുണ്ട്. സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ ഒരുപാട് സീരിയസ് ആകുകയാണ്. നമ്മുടെ ഇച്ചിഗോ പറയുകയാണ് വാർ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ അതിനുവേണ്ടി ഞാൻ ഉറപ്പായിട്ട് പ്രിപ്പയർ ആയേ പറ്റത്തുള്ളൂ. ഇനി നീ കാണാൻ വേണ്ടി പോകുന്നത് പഴയ ഇച്ചിഗോനെ അല്ലായിരിക്കും. ഞാൻ ഉറപ്പായിട്ടും ഐസണെ ഇല്ലാതാക്കിയിരിക്കും. അല്ല, നിന്നെ ഞാൻ പ്രൊട്ടക്റ്റും ചെയ്തിരിക്കും. ഇനി പഴയ ഇച്ചിഗോനെ നിനക്കിനി ഒരിക്കലും കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഇനി പുതിയ ഇച്ചിഗോ ആയിരിക്കും. നിനക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് നമ്മുടെ ഇച്ചിഗോ പറയുന്നുവല്ല. വൈസോഡ് ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരൊക്കെ വളരെയധികം ഷോക്കായിട്ടിരിക്കുകയാണ്. കാരണം ഒരു ഹ്യൂമൻ ഹാച്ചിയുടെ ബാരിയർ കടർന്ന് വന്നല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട്. സോ ഇത് കേട്ട ഹാച്ചി പറയുകയാണ് അവളൊരു നോർമൽ ഹ്യൂമൻ ആണല്ലോ, മാത്രമല്ല അവൾ ബാരിയേഴ്സിന്റെ ഒക്കെ എക്സ്പേർട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പവറും തമ്മിൽ വലിയ ഡിഫറൻസ് കാണും. അത് കാരണമായിരിക്കും ഇത് സംഭവിച്ചത്. ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ ഒറിഗിമിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നമ്മുടെ യൊറിച്ചി തന്റെ മുമ്പിൽ നിൽക്കുന്നു. സോ ഇത് കാണുന്ന നമ്മുടെ ഒറിഗിമി ഒന്ന് ഷോക്ക് ആകുകയാണ്. മനസ്സിലാക്കിയ നമ്മുടെ യൊറിച്ചി ഒറിഗിമിനോട് പറയുകയാണ്, ഒരു കരയ്ക്ക്
നിന്നെ കാണണമെന്ന്. പിന്നീട് കാണിക്കുന്നത് ഇഷിതയുടെ അച്ഛൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഷിതനെയാണ്. ഇഷിതയുടെ അച്ഛനും അതുപോലെ ഇഷിതയും തമ്മിൽ ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത്. ഇഷിതയാണെങ്കിൽ നമ്മുടെ ര്യൂഗന്റെ കയ്യിൽ നിന്ന് ഒരുപാടധികം അടി മേടിച്ച് തറയിൽ വീഴുന്നുണ്ട്. നമ്മുടെ ഇഷിത പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ര്യൂഗൻ ആണെങ്കിൽ ഇഷിതയെക്കാട്ടിൽ ഒരുപാടധികം പവർഫുൾ ആണ്. നമ്മുടെ ഇഷിതയുടെ ഓരോ അറ്റാക്കും വളരെയധികം ഈസി ആയിട്ട് തന്നെ നമ്മുടെ ര്യൂഗൻ തടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഷിതയാണെങ്കിൽ ഒരു അറ്റാക്കുമായിട്ട് നമ്മുടെ ര്യൂഗന്റെ നേരെ വരുന്ന സമയത്ത് തൻ്റെ മകനാണെന്ന് പോലും നോക്കാതെ നമ്മുടെ ര്യൂഗൻ ആണെങ്കിൽ തൻ്റെ അറ്റാക്ക് നമ്മുടെ ഇഷിതേനെ നേരെ വിടുകയാണ്. സോ ആ അറ്റാക്ക് കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇഷിത വളരെയധികം അവശനായിട്ട് തറയിലേക്ക് വീഴുകയാണ്. തറയിലേക്ക് വീണ് കിടക്കുന്ന ഇഷിതയുടെ അടുത്തേക്ക് നമ്മുടെ ര്യൂഗൻ മാസായിട്ട് നടന്നു വരികയാണ്. എന്നെ പോലും ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, നീ വളരെയധികം വീക്കാണ് ഇഷിത. ഇത് നമ്മുടെ ര്യൂഗൻ വളരെയധികം ദേഷ്യത്തോടെ നമ്മുടെ ഇഷിതേനോട് പറയുന്നു. നമ്മുടെ ഇഷിതന്റെ ക്യുൻസി പവേഴ്സ് റിലീസ് ആകുന്നത്. ഇഷിത ഇപ്പോൾ ഒരുപാടധികം സ്ട്രോങ് ആയിരിക്കുന്നു. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഇഷിതയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ 126ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡ്സ് എന്തിന് എപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ് വരെ ഫില്ലർ എപ്പിസോഡ്സ് ആണ്. ഈ ഫില്ലർ എപ്പിസോഡ്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇച്ചിഗോനെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ട്രെയിനിങ് ആണ് ഈ ഫില്ലർ എപ്പിസോഡ്സിൻ്റെ അകത്ത് കാണിക്കുന്നത്. എപ്പിസോഡ്സ് ആണെങ്കിലും ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. മാക്സിമം ഫ്രണ്ട്സിന് എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അതുപോലെ തന്നെ ഓരോ ദിവസം കരുതുന്നതിനനുസരിച്ച് ബ്ലീച്ചിൻ്റെ സപ്പോർട്ട്സൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. സോ ഇങ്ങനെ സപ്പോർട്ട് കുറഞ്ഞ് വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ബ്ലീച്ച് എന്ന് പറഞ്ഞ സീരീസ് പകുതി വെച്ച് തന്നെ നിർത്തുന്നതായിരിക്കും. സപ്പോർട്ടില്ലാതെ ഒരു സീരീസും എനിക്ക് മുന്നോട്ട് തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നതല്ലായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ലൈക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 100 ലൈക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്ക്. ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.